ഇരാമപുരം പ്രകൃതി സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ച ഗ്രാമം. കാടും കാട്ടരുവികളും പുഴകളും കുന്നുകളും കാവുകളും ഈ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ഭൂതകാലത്തിന്റെ ഇരുളും വെളിച്ചവും ഇടകലർന്ന ഇടവഴികളിൽ ഇരാമപുരമെന്ന യരമത്തിന്റെ ചരിത്രം ഐതിഹ്യപ്പെരുമയിലും നാട്ടുപഴമയിലും നാടൻ പാട്ടുകളിലും കാട്ടുവള്ളികൾ പോലെ കൂടിപ്പിരിഞ്ഞു കിടക്കുന്നു. കോലത്തുദേശത്തിന്റെ സൗഗന്ധഭാവവുമായി കടൽ കടന്നുപോയ കറുത്ത പൊന്നിന്റെ സഞ്ചാരരേഖകൾ യരമത്തിന്റെ ചുവന്ന മണ്ണിൽ പതിഞ്ഞുകിടക്കുന്നുണ്ട്. കച്ചവട പെരുമയുടെ സഞ്ചാര ചിഹ്നങ്ങൾ അവശേഷിപ്പിക്കുന്ന നാട്ടുവഴികളും കോട്ടകൊത്തളങ്ങളുടെ അവശേഷിപ്പുകളും കരകളും കാവുകളും ക്ഷേത്രങ്ങളും യരമത്തിന്റെ പെരുമയുള്ള പൈതൃകത്തിന്റെ ദർപ്പണ ദർശനങ്ങളാണ്. ഏഴിമലവാണ മൂഷകവംശത്തിന്റെ പിൻഗാമികളായ കോലത്ത് വംശക്കാർ കാലത്തിന്റെ കുത്തൊഴുക്കിൽ മലയിറങ്ങി മാടായിയിലെത്തുകയും പെരിയൊരു പൊയ്ത്തിനൊടുവിൽ യരമത്തേക്ക് പലായനം ചെയ്യുകയും അവിടെ കുടിയുറപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്ര നിഗമനം. ഇരാമപുരം യരമമായി എന്ന് വിശ്വസിക്കുന്നു. ആര്യദ്രാവിഡ സങ്കര സംസ്കാരം എല്ലാ പൊലിമയോടും കൂടി നിലനിന്നിരുന്ന ദേശമാണിത്. ഇവിടുത്തെ കാവുകളും ക്ഷേത്രങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നതും അതാണ്. ചിരപുരാതനമായ മുതുകാട്ടുകാവ് യരമത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക കൂട്ടായ്മയുടെ തിരുമുറ്റമായിരുന്നു. കേരളത്തിലെ 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നാട്ടുപഞ്ചായത്തിന്റെ ആസ്ഥാനമായിരുന്ന ഈ കാവിൽ ഇന്നും അവശേഷിക്കുന്ന ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും സമ്പന്നമായൊരു സുവർണകാലത്തെ രേഖപ്പെടുത്തുന്നു. ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും പെരുമ ഇരാമപുരത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ പൊലിമയാണ്. നഷ്ടപ്രതാപത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി നിലകൊള്ളുന്ന യരമത്തപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രം, തുള്ളിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം, സംഘബോധത്തിന്റെ ശക്തമാർന്ന ഇടങ്ങളായി പരിലസിക്കുന്ന രാമപുരം പുലിയൂരുകാളി ക്ഷേത്രം, യരമം മണ്ണുമ്മൽ കാനഞ്ചേരി ഭഗവതി ക്ഷേത്രം, പേരൂൽ ശിവക്ഷേത്രം, രാമപുരത്തപ്പൻ ക്ഷേത്രം, ഒട്ടനേകം കാവുകൾ. ഇതുപോലെ തന്നെ മുച്ചിലോടുമായി ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് വിളക്കുവെട്ടം ചക്കാല. യരമത്തിന്റെ ഗ്രാമീണ ജീവിതം ഈ ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും ആധ്യാത്മിക പരിസരങ്ങളിൽ രൂപമെടുത്തതാണ്. ഗ്രാമീണ ഗോത്ര ജീവിതത്തിന്റെ താളലയത്തിൽ ഓരോ വിഭാഗവും അതിൻ്റെതായ പങ്കു വഹിച്ചിട്ടുണ്ട്. കോലത്തുനാട്ടിലേക്കുള്ള മറ്റ് ദേശവാസികളുടെ അധിനിവേശത്തിന്റെ ചരിത്രത്തിൽ കച്ചവടത്തിന്റെ സത്യബോധവുമായി ഇവിടെ എത്തിയ വാണിയന്മാർക്കും ഇടമുണ്ട്. സമൂഹത്തിന്റെ വൃത്തിയും ഭക്തിയും ശുദ്ധിയും കാത്തുസൂക്ഷിക്കുവാൻ വാണിയകുലത്തിന്റെ ചര്യകൾക്കാവുന്നു. അരജന്മാരുടെ അനുചരവൃന്ദത്തിൽ അതുകൊണ്ട് തന്നെ ചക്കാലയെ പരിപാലിക്കുന്നവർക്ക് ഉന്നത സ്ഥാനമുണ്ടായിരുന്നു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അടിയുറച്ച ചര്യകളുണ്ട് ഈ കുലത്തിന്.